ഹലോ, നമുക്കിന്നൊരു ഫിഷ് ഫ്രൈ ആയാലോ? ഇവിടെ അങ്ങനെയൊന്നും നമ്മുടെ കടൽ മീനുകൾ അത്ര കിട്ടാറില്ല. നിങ്ങൾ അറിഞ്ഞിട്ട് ആഴ്ചയിൽ 2 ദിവസമാണ് കടൽ മീൻ കിട്ടുക. പക്ഷേ ഡാം ഫിഷൊക്കെ ഈ റോട്ടിൽ അത്യാവശ്യം നന്നായി തന്നെ കിട്ടാറുണ്ട്. പക്ഷെ കടൽ മീനുകൾ അങ്ങനെ കിട്ടാറില്ല. ആഴ്ചയിൽ 2 ദിവസമാണ് വരാറ് എന്നാണ് കേട്ടിട്ടുള്ളത്. നമ്മൾ എന്തായാലും ആ ദിവസങ്ങളിലാണ്, ശനി ബുധൻ ദിവസങ്ങളിൽ പോയിട്ടാണ് വാങ്ങാറ്. അപ്പോൾ നമ്മൾ അങ്ങനെ വാങ്ങിയിട്ട് വന്നാൽ ഞാൻ എന്താ ചെയ്യാറെന്ന് പറഞ്ഞാൽ അത് ക്ലീൻ ചെയ്ത് മൊത്തത്തിൽ അങ്ങോട്ട് മസാല തേച്ച് വെക്കും. അതാകുമ്പോൾ നമുക്ക് കറി വെക്കുമ്പോഴൊക്കെ അതിൽ നന്നായി മസാല പിടിച്ചിട്ടുണ്ടാവും. കാരണം കറി വെച്ചാൽ നമുക്ക് അതിൽ മസാല ഉപ്പും മുളകൊക്കെ പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഈസിയിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ നല്ല ടേസ്റ്റിയിലൊരു ഫിഷ് ഫ്രൈക്കുള്ള മസാല നോക്കാം. ഞങ്ങളുടെ വീട്ടിൽ ഞാനായാലും ഇക്കയായാലും കുട്ടികളായാലും അധികം എരിവ് കൂട്ടാറില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇതിൽ മുളക് പൊടിക്ക് പകരം നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ 2 ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഒരു തുണ്ട് ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. ഞാൻ റെഡ് ചില്ലിയാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഈ കുരുമുളക് പൊടിയും പച്ചമുളകും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ അത്യാവശ്യം എരിവ് വന്നിട്ടുണ്ടാവും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും, നാരങ്ങ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ വിനാഗിരി ചേർത്തിരിക്കുന്നു. ഞാൻ സാധാരണ എൻ്റെ കറികളിലൊന്നും അങ്ങനെ വിനാഗിരി യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ ചട്ടി നല്ല ചൂടായതിന് ശേഷം മീൻ എപ്പോഴും നമ്മൾ മുളക് തേച്ചതിന് ശേഷം കുറച്ച് നേരം അതിൽ വെക്കണം. എന്നാൽ തന്നെ ആ ഉപ്പും മുളകും അതിൽ പിടിക്കത്തുള്ളൂ. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നല്ല ചൂടായി വന്നാൽ കുറച്ച് കറിവേപ്പിലയും പെരിഞ്ചീരകം ഇടണം. അതെന്തിനാണ് പറഞ്ഞാൽ നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കറിവേപ്പില ഇടുന്നതുകൊണ്ട് അത് ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും സഹായിക്കും. നമ്മളെപ്പോഴും മീൻ വറക്കുമ്പോൾ ആദ്യം നല്ല ഹൈയിലിട്ടിട്ട് 2 സൈഡും ഒന്ന് മൊരിച്ചെടുക്കണം. കാരണം നമ്മുടെ മീൻ എത്ര നല്ല ചട്ടിയായാലും അടിയിൽ ഒട്ടിപ്പിടിക്കും. ഞാൻ പിന്നെ പൊതുവേ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. കാരണം നമ്മുടെ ശരീരത്തിന് നല്ലതല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ മീൻ വറക്കുമ്പോൾ 2 കൊച്ചുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒരു തുണ്ട് പച്ചമുളകും ഒക്കെ ഇട്ടാൽ നല്ല മണമായിരിക്കുക. അത് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫിഷ് ഫ്രൈഡേ റെസിപ്പി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇത് എടുത്തിട്ട് നല്ല ഫോട്ടോയൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ നടന്നില്ല. ഒരു തിരക്കിലായതുകൊണ്ട് ശരി ഒപ്പിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ ഓക്കെ, എന്തെങ്കിലും കമൻറ്റോ സബ്സ്ക്രൈബോ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു റെസിപ്പി ആയി വരുന്നവരെ ഓക്കെ, ബൈ. ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യുക.